പശു വളർത്തുമ്പോൾ വിജയിക്കണമെങ്കിൽ കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഇപ്പോഴും ആവശ്യമാണ്. കുടുംബമായിട്ട് പശു വളർത്തിയാൽ ഉറപ്പായിട്ടും വിജയിക്കും. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അച്ഛനും അമ്മയും മക്കളും ഒരുമിച്ച് നടത്തുന്ന ഒരു പശു ഫാമാണ്. വലിയ ഫാമൊന്നുമല്ല, വീടിനോട് ചേർന്ന് ചെറിയൊരു പശു ഫാമാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് ആടും കോഴിയും താറാവും ഒക്കെ ഉണ്ട്. എന്തായാലും ഈ ഒരു പശു ഫാമിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം തന്നെ ഈ ഒരു കുടുംബത്തിൻ്റെ ഒത്തൊരുമിച്ചുള്ള പ്രവൃത്തിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇവിടെ ജോലിക്കാരില്ല, പിന്നെ പുല്ലില്ലാതെ ആണ് ഈ ഒരു പശു ഫാം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഈ പശു ഫാം എങ്ങനെയാണ് വിജയിക്കുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്താ പേര്? സുരേഷ്. നമ്മുടെ ഈ സ്ഥലം ഒന്ന് പറഞ്ഞേട്ടാ. ഇത് നോർത്ത് എഴുപ്പുറം മാറമ്പള്ളി PO. ഈ കാണുന്ന ക്ഷീരമേഖലയിലോട്ട് വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ഈ ക്ഷീരമേഖലയിലുണ്ട്. എന്ന് പറഞ്ഞാൽ അമ്മയായിട്ട് അന്ന് ഒരു പശു ആയിട്ടാണ് അവർ തുടങ്ങിയത്. അന്ന് മുതൽ പശു പരിപാലനം ഞാനും അതിൻ്റെ കൂട്ടത്തിലുണ്ട്. എന്നാലും ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 10-12 വർഷമായുള്ളൂ ഈ സെറ്റപ്പിലേക്ക് വന്നിട്ട്. പറഞ്ഞാൽ വൈഫ് വന്നതിന് ശേഷം ഒരു 3-4 ഉണ്ടെങ്കിലും ഇപ്പൊ ഞങ്ങളൊരു 10-12 പശു വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ 8 പശു ഫാമിലുണ്ട്. ഒരു 4-5 എണ്ണം പാടത്ത് തീറ്റയ്ക്ക് വേണ്ടി വിട്ടേക്കാണ്. ഇപ്പൊ കറക്കണതായിട്ട് 8 എണ്ണാണുള്ളത്. പിന്നെ ഇപ്പൊ ഓൾറെഡി ഈ നിൽക്കണൊക്കെ ചൊനയാണ്. ഇപ്പൊ ഒരു 4-5 എണ്ണത്തിനാണ്. ഈ കാണുന്ന പശുക്കളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഇത് ജേഴ്സി ഇനത്തിൽ പെട്ട പശുവാണ്. ഇവിടെ ഉണ്ടായതാണോ? ഇതില്ല, ഇത് വാങ്ങിച്ചതാ. ഈ തവണ തൊടുപുഴയിൽ കൊണ്ടുവന്നതാ. എത്രത്തോളം ഏകദേശം പാൽ? ഇത് 14 ലിറ്റർ നമുക്ക് പാല്. ഇപ്പൊ അവര് കാലത്ത് ഉച്ചയ്ക്കും കൂടി ഒരു 20 ലിറ്റർ അടുത്ത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ജേഴ്സിക്ക് 20 കിട്ടുന്ന നിസ്സാരല്ല. ഇത് നല്ല തീറ്റ, അതേപോലെ തന്നെ തീറ്റ കൊടുക്കണത്. ഇതോ? ഇത് നമ്മുടെ നാടൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇത് രണ്ടും ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അത് ഹൈറ്റ് കുറഞ്ഞ് എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. ഇതിന് 10 ലിറ്റർ പാല് കിട്ടും. ഒരു 14 ലിറ്റർ പാല് 2 നേരം കൂടി ഇതിന് കിട്ടുന്നുണ്ട്. ഇത് വൈഫിന് വേറെ ആൾക്ക് വേണ്ടി കൊടുക്കാൻ കൊണ്ടുവന്ന ഒരു കിടാവ്. അപ്പൊ പുള്ളിക്കാരത്തിക്ക് അതിനെ കണ്ടപ്പോ ഒരു ഇഷ്ടം തോന്നി. പുള്ളിക്കാരത്തി നിർത്തി അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇത് ചെയ്താണ്. അതിനും ഞങ്ങക്ക് ഒരു 8-9 വരെ ലിറ്റർ രാവിലെ നേരം കിട്ടുന്നുണ്ട്. ഇതിപ്പോ ഞങ്ങളുടെ തൊട്ട് അയൽവക്കത്തുള്ള ഒരു വീട്ടിലെ ഇത്താടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ്. ഇതിപ്പോ 2ാമത്തെ പ്രസവത്തിന് റെഡി ആയിട്ട് നിൽക്കണം. ചൊനയാണ് റെഡി ആയിട്ട്. ഇപ്പൊ ഈ മാസം അവസാനം പ്രസവിക്കും. ഇപ്പൊ ഇതിന് ഞങ്ങക്ക് കഴിഞ്ഞ തവണ 8 ലിറ്റർ കിട്ടിയേക്കണാണ്. ഇത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമുക്ക് ഒരു കൊണ്ടുവന്നപ്പോ ഒരു 15 ലിറ്റർ രാവിലെ മാത്രം. രാവിലെ 15 ലിറ്റർ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങക്ക് ഇപ്പൊ 10 ലിറ്റർ കിട്ടുന്നുണ്ട്. ഇപ്പൊ ചൊനയാണ് എങ്കിലും ഞങ്ങക്ക് ഇപ്പൊ 10 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. ഇത് ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഇത് വലിയ കൊമ്പ്, ഒരു കാളയുടെ സ്റ്റൈലുള്ളതാണ്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങക്ക് 10 ലിറ്റർ പാല് അവറേജ് കിട്ടുന്നതാണ്. ഇത് രാവിലെ ഒരു നേരത്തെ കണക്കാട്ടോ നമുക്ക്. ഇതും ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഇത് ഒരു 15 ലിറ്റർ പാല്. ഇപ്പൊ ഇതും ഡെലിവറിക്ക് നിക്കണാണ്. ഒരു മാസം കഴിഞ്ഞാൽ ഡെലിവറി ആവും. നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ട് ചേട്ടാ? തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് നല്ല ഇതായിട്ട് തോന്നണം. നമ്മൾ ഒരു ഏജന്റ് മുഖാന്തരമാണ് മേടിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് പൈസ ഒന്നും നമ്മള് വീഡിയോയിൽ കാണിച്ചു തരും. ഏത് പശു വേണ്ട, അപ്പൊ റേറ്റ് ഒക്കെ പറയും. അപ്പൊ കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു 5-6 പശുവിനെ കാണിച്ചു തന്നാല് ഈ പശുക്കളെ കണ്ടപ്പോ നല്ല ഇതായിട്ട് തോന്നി. ഞങ്ങള് ഇവിടെ കൊണ്ടുവന്നു. അവര് നമുക്ക് വേറെ ഒരു എക്സ്പെൻസ് ഒന്നും അവർ ചോദിച്ചില്ല. ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി കഴിഞ്ഞപ്പോ അവർക്ക് പൈസ കൊടുത്തേച്ച മതിയായിരുന്നു. പൈസ കൊടുത്തു ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച. അന്ന് നമ്മുടെ നാട്ടിലെ ഈ പശു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോ പുറത്തിറക്കാൻ പറ്റൂല. പ്രസവിക്കാറായ സമയത്ത് അകട്ട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്നിട്ട് രാത്രി നേരാണ് നമ്മുടെ റോട്ടിൽ കൂടെ കൊണ്ടുവന്ന് നടക്കണേ. ഇവിടെ അങ്ങനെയായിരുന്നു. ഇപ്പൊ ആ രീതി മാറിയിട്ടോ. അവിടുത്തെ രീതി കാലാവസ്ഥയുടെ വ്യതിയാനമാണ്. അങ്ങനെ അത് കഴിഞ്ഞാൽ അത് പ്രസവിച്ച് ഞാൻ ഉദ്ദേശിച്ചേക്കാളും കൂടുതൽ പാല് കിട്ടി. അത് നല്ലൊരു ലാഭകരമായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശു. ഇതും വലിയ തെറ്റൊന്നും ഉണ്ടായില്ല. ചില വന്നപ്പോ അതൊരു പറഞ്ഞ സമയത്ത് പ്രസവിച്ചില്ല. അങ്ങനെ ഒരു ഫാൾട്ട് മാത്രമാണ് ഉണ്ടായുള്ളൂ. നമ്മൾ ഇവിടത്തേക്കാളും ഇവിടെ ചില ഏരിയ നിന്ന് മേടിച്ചു കഴിയുമ്പോൾ നമുക്ക്
പറയണ അത്ര പാല് കിട്ടാറില്ല. ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഓക്കെ, 12 വർഷം മുമ്പാണ് ഈ ഒരു ഫീൽഡിൽ ശരിക്കും ഒന്ന് ആക്റ്റീവായിട്ട് വന്നെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ 12 വർഷം ഇങ്ങനെ ഒരു ഫീൽഡ് ശരിക്കും ഒരു ആക്റ്റീവാക്കി എടുക്കാൻ കാരണം? ഞങ്ങക്ക് വീട്ടിലെ അമ്മയായിട്ടാണ് ഇത് തുടങ്ങിയെങ്കിലും 1-2 പശു ഉണ്ടായുള്ളൂ. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ പുള്ളിക്കാരത്തി അപ്പൊ ഈ മേഖല ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരത്തി ഞാൻ വിവാഹം കഴിച്ച് തൊടുപുഴ മൂവാറ്റുപുഴയിലാണ്, പെരുമ്പല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളിക്കാരത്തിന്റെ വീട്. അപ്പൊ ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 24 വർഷമായി. അപ്പൊ വരുമ്പോ ഇവിടെ പശു ഉണ്ടായി. അപ്പൊ പുള്ളിക്കാരത്തി അതിനെ ഇണങ്ങി ചേർന്ന് പുള്ളിക്കാരത്തി പരിപാലിക്കാൻ തുടങ്ങി. പിന്നെ അമ്മ മരിച്ചിട്ട് ഇന്നിപ്പോ 13 വർഷം കഴിഞ്ഞു. അപ്പൊ അമ്മ ഉണ്ടായിരുന്നപ്പോ ഓരോന്ന് കൂട്ടി 3-4, അപ്പൊ ഇവിടെ ഉള്ളത് കൂട്ടി 3-4 ആയി. അപ്പൊ നോക്കിയപ്പോ പുള്ളിക്കാരത്തെയും കൂടി ചെയ്യാമെന്നുള്ള താല്പര്യമുണ്ട്. അപ്പൊ ഞങ്ങള് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്നാ നമുക്കൊന്ന് ഡെവലപ്പ് ആക്കാം എന്നുള്ള ധാരണയിൽ ഞങ്ങള് ഓരോന്നിനെ ഒന്നിച്ചല്ല, ഓരോന്നിനെ മേടിച്ച് അങ്ങനെയാണ് ഫാം 12 വരെ എത്തിച്ചു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ചിലത് നമ്മള് ഈ കറവയുടെ മോശം കൊണ്ടും നമുക്ക് പറ്റൂലാണ്ട് വന്നപ്പോ കൊടുത്തു. അപ്പൊ പുതിയത് ഇപ്പൊ മേടിച്ചില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഈ 8 ഇവിടെ ഇപ്പൊ 8 ഉണ്ട്. പിന്നെ പാടത്ത് ഒരു 4 ഉണ്ട്. ഈ കാരണത്ത് ഒരു കുട്ടി നിപ്പുണ്ടല്ലോ ചേട്ടാ, അത് ഇങ്ങേ അറ്റത്ത് ഇപ്പൊ അടുത്ത് പ്രസവിച്ചിട്ട് 3 മാസമായിട്ടുള്ളൂ. ഇത്തരത്തില് കുട്ടികളെ വളർത്തിയെടുക്കുന്നുണ്ടോ? കുട്ടികളെ ഞങ്ങള് വളർത്തിയെടുക്കണ്ട്. ഞങ്ങള് കുട്ടികളെ അങ്ങനെ കൊടുക്കാറില്ല. ഞങ്ങള് ഇവിടെ വളർത്തി ഒരുവിധം പ്രായമായി കഴിഞ്ഞാൽ ഞങ്ങൾ പാടത്ത് കൊണ്ടുപോയി അവിടെ കെട്ടും. അവിടെ നിന്ന് ഒരുവിധം വലുതായി കഴിഞ്ഞ് ചിലപ്പോ മൂരിയൊക്കെ ആണെങ്കിൽ മൂരി അവിടെ വെച്ച് തന്നെ വലുതായി കഴിഞ്ഞ് നമ്മള് വിൽക്കാണ് ചെയ്യണേ. മറ്റത് ചൊന പിടിക്കാറാവുമ്പോ നമ്മള് ഇവിടേക്ക് വീണ്ടും കൊണ്ടുവന്ന് ഇവിടെ തന്നെ കെട്ടി അങ്ങനെയാണ് നമ്മള് ഇപ്പോഴത്തെ പാടത്തപ്പോ എന്തോരം കുട്ടികൾ. പിന്നെ നമ്മൾ ആവശ്യക്കാർ വരാണെങ്കിൽ കൊടുക്കും. നമ്മളിപ്പോ ഒരു 6-7 പശുക്കിടാക്കള് അവിടെ ഉണ്ട്, മൂരിയുണ്ട്, പശുക്കിടാക്കളുണ്ട്, പിന്നെ 2 പോത്തും പാടത്ത് ഉണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ കുടുംബമായിട്ടാണ് ചേട്ടൻ ഈ ശരിക്കും ഈ ഒരു ക്ഷീരമേഖലയിൽ ശരിക്കും ജോലി ചെയ്യുന്നത്? അതെ ഞങ്ങള് ഞാൻ വൈഫ് 2 കുട്ടികള്. മകൻ ഇപ്പൊ ഇവിടെ ഇല്ല. മകൻ ബാംഗ്ലൂര് ഒരു ചെറിയ ജോലിയായിട്ട് മകൻ ബാംഗ്ലൂരാണ്. മോള് നഴ്സിംഗ് പഠിക്കണ നമ്മുടെ സാഞ്ചോല്, പെരുമ്പാവൂർ സാഞ്ചോല്. അപ്പൊ ഇതിന്റെ ഉള്ളില് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാളും കൂടുതൽ അവരാണ് എന്ന് പറഞ്ഞാൽ മക്കളാണ്. ഇപ്പൊ മോള് ആണെങ്കിൽ മോക്കാണ് രാവിലത്തെ ഡ്യൂട്ടി. എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഡയറിയിലെ പാല് കൊടുക്കണ കംപ്ലീറ്റ് വീടുകളിലാണ്. വീടുകളിൽ കൊടുക്കണ കാരണം കൊണ്ട് പുള്ളിക്കാരത്തിയാണ് ഈ പശുവിന്റെ പാല് പകർത്തി അത് കൊണ്ടുപോയി എല്ലാ വീടുകളിലും രാവിലെ കൊടുത്തിട്ടാണ് പുള്ളിക്കാരത്തി പോണത്. അപ്പൊ അതെ, മകനാണെങ്കിലും മകനെ ഉണ്ടാവുമ്പോ പശുവിനെ കുളിപ്പിച്ചോളും. ഇപ്പൊ ഞങ്ങൾ ഒരു ദിവസം എവിടെയെങ്കിലും പോവാണെങ്കിൽ ഇതെല്ലാം മോളാണെങ്കിലും മോനാണെങ്കിലും ചെയ്തോളും. അങ്ങനെയാണോ? ഇപ്പൊ ഞങ്ങൾ എവിടെയെങ്കിലും ഒക്കെ പോവേണ്ട വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അവര് മോളുണ്ടെങ്കിലും മോളാണെങ്കിലും ഒറ്റയ്ക്ക് പശുവിനെ അപ്പൊ പശുക്കളുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളായിട്ട് ശീലിപ്പിച്ച് ശീലിപ്പിച്ചെടുത്തത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പല ഫീൽഡിലും പോണ കാരണം കൊണ്ട് ഓരോ വീട്ടിലെ മക്കളുടെ അവസ്ഥ കണ്ടിട്ട് ഒരു കാര്യം ചെയ്യാൻ അറിയാൻ പാടില്ല, ഒരു ബാങ്കിൽ പോവാൻ അറിയാൻ പാടില്ല, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടിലെ ഭക്ഷണം ഒരു നേരം നമുക്ക് സുഖമില്ലാണ്ട് കിടന്നു കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാൻ പാടില്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പേടിക്കാനുമില്ല. മകളാണെങ്കിലും മോനാണെങ്കിലും എന്ത് ചെയ്തോളും. ഇപ്പൊ വീട്ടിലെ അടുക്കള പണി വരെയും ചെയ്തോളും, പുറത്തെ പണി ചെയ്തോളും, എന്ത് വേണേലും എവിടെ വേണേലും പോണെങ്കിലും അവനെ പ്രാപ്തി. ഞാൻ വൈഫിനെ ഞാൻ അങ്ങനെ ആക്കി എടുത്തതാട്ടാ. അവര് ഈ ഫീൽഡായിട്ട് ഒരു ബന്ധമില്ലാത്ത ഇതായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം പുള്ളിക്കാരത്തി ആണെങ്കിലും എന്തും ഇപ്പൊ എവിടെ പോണെങ്കിലും എന്ത് കാര്യം ചെയ്യാനും ഒക്കെ ചെയ്തോളൂ. 12 വർഷം മുമ്പല്ലേ നമുക്ക് ആ ക്ഷീരസാഗരം സംഭവം കിട്ടിയല്ലേ? അത് പുള്ളിക്കാരത്തി കുടുംബശ്രീയിലുണ്ട്. കുടുംബശ്രീയിലെ ഇപ്പോഴത്തെ സെക്രട്ടറി ആണ് ഇവിടുത്തെ യൂണിറ്റിന്റെ. പിന്നെ കുടുംബശ്രീയിലെ ഇവരുടെ യൂണിറ്റിന്റെ പല ചുമതലകളും വഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ അവര് മുഖാന്തരമായിട്ടാണ് ക്ഷീരസാഗരം കിട്ടിയല്ലേ? ക്ഷീരസാഗരം വഴി നമുക്ക് എത്രത്തോളം നമുക്ക് കുറെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പശുവിനെ വാങ്ങിക്കാനുള്ള ധനസഹായങ്ങള് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല ആനുകൂല്യങ്ങളും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എത്രത്തോളം നമുക്ക് ഉത്പാദനം ഉണ്ട് ശരിക്കും ഇപ്പൊ ഇവിടെ? ഇപ്പൊ നമുക്ക് ഉത്പാദനം കുറവാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കുറെ ഉള്ളത് കാരണം കൊണ്ട് ഇപ്പൊ ആവറേജ് എന്നാലും ഒരു 50 ലിറ്റർ പാല്
നമുക്ക് രാവിലെ കിട്ടും. വൈകിട്ട് ഒരു 20 ലിറ്റർ കിട്ടും. ഇപ്പോഴത്തെ രീതിയിൽ എന്ന് പറയുമ്പോൾ തീറ്റ ചെലവ് വെച്ച് നോക്കുമ്പോൾ നഷ്ടത്തിലാണ്. എന്നാലും നമ്മള് മാത്രം നോക്കിയാൽ പറ്റില്ല. ഇപ്പൊ അതുങ്ങളുടെ ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പിന്നെ എനിക്ക് വേറെ ജോലിയും ഉള്ളത് കാരണം കൊണ്ട് എല്ലാം കൂടി ഞങ്ങക്ക് ഇത് മാത്രല്ല, കോഴി, ആട്, താറാവ്, കൃഷി. ഈ പറയുന്ന പശു വളർത്തുമ്പോ നമുക്ക് ഇതെല്ലാം കൂടി പറ്റും. അത് ആട്, കോഴി, താറാവൊക്കെ ഉണ്ടല്ലോ. അത് എന്ന് പറഞ്ഞാൽ ഞങ്ങള് എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ ഒരാളല്ല, ഒറ്റയ്ക്കല്ല, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ വീട്ടിലെ എല്ലാവരും. ഇപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഈ പണിയിലേക്ക് ഇറങ്ങാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിന് തീറ്റ കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രീ ആയി. പിന്നെ ഒരു 6:30 കഴിഞ്ഞാൽ പിന്നെ വന്ന് തൊഴുത്ത് ക്ലീൻ ചെയ്ത് റെഡി ആക്കി കഴിഞ്ഞാൽ ഒരു 7:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ പണി കഴിയും. പിന്നെ രാവിലെ 4:30 ആകുമ്പോൾ എണീക്കും. 4:30 ആകുമ്പോൾ തൊഴുത്ത് ക്ലീൻ ചെയ്ത് റെഡി ആക്കി പശുവിനെ കറന്ന് എല്ലാ പാലും കൊണ്ടുപോയി കൊടുത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 7:30, രാവിലെ ഒരു 7:30 8 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഫ്രീ ആയി. പിന്നെ ഞങ്ങൾക്ക് വീണ്ടും 1 മണിക്കാണ് ഞങ്ങൾക്ക് ഇത്. അങ്ങനെ എല്ലാവരും കൂടി ഒരു 70 ലിറ്റർ പാൽ ഉൽപാദനം നമുക്ക് ഇപ്പൊ ഉണ്ട് ഏകദേശം. എത്രത്തോളം നമുക്ക് വീടുകളിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്? വീടുകളിൽ നമ്മൾ മാക്സിമം വീടുകളിൽ കൊടുക്കാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ സാധനം ഇല്ലാത്തതിന്റെ പ്രശ്നമുള്ളൂ. ആൾക്കാര് ഡിമാൻഡ് ഇഷ്ടംമാതിരി ഉണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടുകളിൽ ഇപ്പൊ നമ്മൾ എത്തിച്ചു കൊടുക്കാണ്. ആരും ഇവിടെ വന്നില്ല, അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മൾ സാധനം കൊടുക്കണ കാരണം കൊണ്ട് ഡിമാൻഡ് തന്നെ ഡിമാൻഡ് ഉണ്ട്. നമ്മുടെ കയ്യിൽ എന്തോരം ഉണ്ടാ, ഇതിനുള്ള നമുക്ക് സമയവും വേണം, ഇതിനെ വളർത്താനുള്ള സാഹചര്യം അറിയാലോ. ഇതുകൊണ്ടുള്ള പ്രശ്നമുള്ളൂ. കാലത്ത് പാല് കൊടുക്കുന്നത് മോളാണ്. മോള് കൊണ്ടുപോയി കൊടുക്കും. കടയിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. കടയിൽ 1-2 കടയിൽ കൊടുക്കണ്ടേ. കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ബെറ്റർ ആണ്. അവരും നമുക്ക് വീടുകളിലൊക്കെ മന്ത്ലിയാണ്, കടകളിൽ അന്നന്ന് തന്നെ ഡെയിലി പൈസ തരും. അതൊന്നും പ്രശ്നങ്ങളില്ല. നമുക്ക് ഇത് ഡെലിവറി ചെയ്യാനും ഒക്കെ ആളുടെ ഇത് നമ്മള് എല്ലാം കൂടി ഓടി എത്തണമല്ലോ. ഇത്രത്തോളം പശുക്കളും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 12 വരെ വന്നു. പിന്നെ മൊത്തം ആട്, കോഴി, താറാവ് ഇതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്കൊരു ജോലിക്കാരൻ നിർത്തേണ്ട ഒരു ആവശ്യകത എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ആവശ്യകത നിലവിൽ വന്നിട്ടില്ല. നമ്മൾ വിശ്വസിച്ച് ഒരു ജോലിക്കാരെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് പറ്റിയത്, നമുക്ക് പുല്ല് വെട്ടാൻ ഇപ്പോഴും ഞാൻ ഓർക്കണം, ഒരു പുല്ല് വെട്ട ഒരാളെ കിട്ടുകയാണെങ്കിൽ നമ്മൾ പൈനാപ്പിളിന്റെ തണ്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത്. അപ്പൊ അതില്ലാണ്ട് പുല്ല് വെട്ടാനായിട്ട് നോക്കി കഴിയുമ്പോൾ ഒരാളെ കിട്ടാൻ ഇപ്പൊ രീതിയിൽ, നമ്മുടെ രീതിയിൽ മലയാളീസിനെ കിട്ടാൻ വളരെ പ്രയാസമാണ്. ഹിന്ദിക്കാരാണെങ്കിൽ നമ്മൾ അത്ര വിശ്വസിച്ച് നമ്മൾ ഫാമിലി ആയിട്ട് ജീവിക്കണ വീടിന്റെ അടുത്താണ്. അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ അത്രയും എടുക്കണേ. പൈനാപ്പിളിന്റെ തണ്ട് എത്ര നാളായിട്ട് കൊടുക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ പൈനാപ്പിൾ തണ്ട് കൊടുത്തു തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായിട്ടാണ് ഞങ്ങള് പൈനാപ്പിൾ തണ്ട്. 5-6 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് വരെ ഞങ്ങള് ഞാനും വൈഫും കൂടി പാടത്ത് പോയി പുല്ല് ഒരു ഡെയിലി ഒരു 4-5 കെട്ട് പുല്ല് ഡെയിലി കൊണ്ടുവരും. 4-5 കെട്ട് പുല്ല്. അപ്പൊ രാവിലെ ഒരു 6 മണിക്ക് കറവ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോ തിരിച്ചു വരും. അപ്പൊ അതായപ്പോ ഇപ്പൊ പറ്റൂലാണ്ടായി. അത് കാരണമാണ് ഈ പൈനാപ്പിളിലേക്ക് മാറാൻ. ഇപ്പൊ പൈനാപ്പിൾ കൊടുക്കും, വൈക്കോലും കൊടുക്കും. കിലോയ്ക്ക് എങ്ങനെയാ അതിന്റെ റേറ്റ്? ഇത് കിലോയ്ക്ക് ഇപ്പൊ ഇവര് കിലോയ്ക്കല്ല, കെട്ടിനാണ്. ഒരു കെട്ടിന് 53 രൂപയാണ് നമ്മുടെ. 53 അല്ലേ? അപ്പൊ 100 കെട്ടാണ് ഒരു ലോഡായിട്ട് ഇവിടെ തന്നെ. 5300 രൂപ. 5300 രൂപ വരും. നമുക്ക് എവിടെ നിന്ന് സാധനം തന്നെ? ഇതിപ്പോ പാലേന്നാണ് ഇവര് പിന്നെ ഒരു ടീം വിളിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ നാളത്തേക്ക് നമുക്ക് ലോഡ് വീട്ടില് എത്തിച്ച് അവര് ഇറക്കി അട്ടിയിട്ട് വരും. 12 വർഷമായിട്ടുണ്ടോ ശരിക്കും ഈ കാണുന്ന തൊഴുത്ത് പണിതിട്ട്? ഇപ്പൊ 12 ആ ഒരു ക്ഷീരസാഗരത്തിന് ഈ കാണുന്ന തൊഴുത്തപ്പോ തകരയാണ്. തകര ഷീറ്റാണ്. ഷീറ്റ് ഇട്ടിട്ട് എങ്ങനെയുണ്ട് ചൂട് കാലത്ത്? ചൂടിന് ഞങ്ങൾ ആ സൈഡ് കംപ്ലീറ്റ് മരങ്ങൾ നിൽക്കണതുകൊണ്ട് വലിയ ചൂടിന്റെ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് വരാറില്ല. പിന്നെ ഫാനുണ്ട്. വേറെ ഇവിടെ ഫാനൊക്കെ ഉണ്ടായിരുന്നാണ്. ഇപ്പൊ 2-3 അത് കംപ്ലൈന്റ് ആയിട്ട് മാറിയതാണ്. പിന്നെ പാൽ ഉൽപാദനം മാത്രമുള്ള തൈര്? പാല് നമ്മൾ ബാലൻസ് പാല് വരുന്നത് ആവശ്യക്കാരുണ്ട്. തൈര് നമ്മള് കട്ടത്തൈരാണ് ഉണ്ടാക്കി കൊടുക്കണേ. അപ്പൊ കട്ടത്തൈരിന് ഡിമാൻഡ് ഉണ്ട്. അപ്പൊ കട്ടത്തൈര് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾ കൊടുക്കാറുണ്ട്. അത് അവര് വന്ന് വാങ്ങിച്ചോണ്ട് പൊക്കോളും. ചാണകമൊക്കെ കൊടുക്കുന്നുണ്ടോ? ചാണകം ഞങ്ങള് കൊടുക്കണം എന്ന് പറഞ്ഞാൽ പച്ച ചാണകത്തിന് ഡിമാൻഡ് ഇപ്പൊ തീരെ ഇല്ല. അപ്പൊ ഞങ്ങള് ഉണക്കി ആണ് കൊടുക്കണേ. ഈ ഇപ്പൊ വർഷകാലത്ത് ഒരു പ്രതിസന്ധി ഏറ്റവും ഇതില് ചാണകത്തിന്റെ കേസിലാണ്. ഡിസ്പോസ് ചെയ്യണ കാര്യത്തിലാണ് നമുക്കൊരു ഇത്. നമ്മള് ഇപ്പൊ ചെയ്യണത് ഒരു
ഇവിടെ ശേഖരിച്ചിട്ട് വേനൽക്കാലാകുമ്പോ അതെടുത്ത് ഉണക്കി ചാക്കിലാക്കി ആണ് കൊടുക്കണ. ചാക്കിന് 200 രൂപ. അതിന് നല്ല ഡിമാൻഡാണ്. ഉണക്കസാധനത്തിന് അന്യ ഡിമാൻഡാണ്. നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിന്റെ പ്രശ്നമുള്ളൂ. ഉണക്കി എടുക്കണം, അതൊരു പ്രശ്നമാണ്. അത് വേനൽക്കാലത്ത് മാത്രമാണ് പറ്റുള്ളൂ. ഇപ്പൊ ഡ്രയർ ഉണ്ട്. ഡ്രയർ വാങ്ങിക്കാൻ 2.25 ലക്ഷം രൂപ ആണ് അതിന്റെ ഇത് പറഞ്ഞത്. അത് കാരണം ഇങ്ങനെ അതൊക്കെ ഒരു 10-25 പശുവൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നോക്കാം. അതിനുള്ള വകുപ്പില്ല. ഓക്കെ, 12 വർഷം മുമ്പ് ഇപ്പൊ പണിത് തൊഴുത്താന്ന് പറഞ്ഞു. അപ്പൊ ഈ 12 വർഷം മുമ്പ് ഈ കാണുന്ന വെള്ളത്തിന്റെ ഇല്ല, ഇത് സെറ്റ് ചെയ്തിട്ടുണ്ടായില്ല. ഇല്ലല്ലേ? അന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മളെ ആധുനിക പഴയകാല രീതി അനുസരിച്ച് ചെരുവത്തിൽ വെള്ളം വെച്ചു കൊടുക്കും. അപ്പൊ ചെരുവത്തിൽ വെള്ളം വെച്ചു കൊടുക്കും. നമ്മള് ആ വെള്ളം കുടിച്ചു കഴിയും. അത് നമ്മൾ പോയി കഴിയുമ്പോൾ മറിച്ച് തട്ടിമറിച്ച് കളയും. അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പൊ നമ്മള് പല സ്ഥലത്ത് ചെന്നപ്പോ കണ്ടപ്പോ ഈ ഓട്ടോമാറ്റിക് സിസ്റ്റം, അപ്പൊ അതുങ്ങൾക്ക് വലിയ പ്രയോജനം. അത് കണ്ട് ഞങ്ങൾ രണ്ടാമത് ഇത് ചെയ്തതാണ്. ഇപ്പൊ അത് വലിയൊരു അനുഗ്രഹമായി പോയി. ആ വെള്ളത്തിന്റെ കേസ് നമ്മൾ ചിന്തിക്കേണ്ട, അതിന് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം കിട്ടും. നമ്മൾ കറവയ്ക്ക് എങ്ങനെയാ? കൈക്കറവയാണോ അതോ? നമ്മള് മെഷീൻ ഉണ്ട്. ഇപ്പൊ കറക്കണത് ഞാനുള്ളപ്പോ ഇത് കറണ്ടിന്റെ ഗ്യാസും എല്ലാം കൂടി നോക്കിയിട്ട് ഇപ്പൊ നമ്മള് ആളുള്ള കാരണോണ്ട് ഞാൻ കൈക്ക് കറക്കും. അല്ലെങ്കിൽ മെഷീനാണ്. ഞാൻ ഇല്ലാത്തപ്പോ ഇപ്പൊ അവര് കറക്കുമ്പോ മെഷീനിലാണ് കറക്കണത്. ഈ കാണുന്ന കുപ്പികളിലാണ് പറഞ്ഞത് അല്ലേ? ഇത്രയും കുപ്പി കുപ്പി ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ. അത് തന്നെ ഒരു പണിയാണ്. ഇത് 1/2 ലിറ്റർ ആണ്. 1/2 ലിറ്റർ ആണല്ലേ? ഓക്കെ. ഇത്തരത്തില് കുപ്പികളിലാക്കുമ്പോ വീടുകൾ ചെലവറാണ് കൊടുത്തിട്ടാണ് വേഗം പോവാ. അങ്ങനെ ഒരു ഈ കുപ്പി കഴുകിയെടുക്കൽ ഒരു നല്ലൊരു പണി തന്നെയാണ്. കുപ്പി കഴുകുക, അത്തരത്തിലുള്ള അധ്വാനങ്ങളൊക്കെ ചെയ്താലാണ് നമുക്ക് ജീവിക്കാൻ അല്ലേ? അതെ അതെ. ഈ ആട് സംരംഭം ഇപ്പൊ കുറച്ചതാണ്. കുറയ്ക്കാന്ന് പറഞ്ഞാൽ എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്ത് പോവാൻ പറ്റുന്നില്ല. പഴയ രീതിയിൽ പറ്റുന്നില്ല. 25-30 ആടുകളോളം ഇവിടെ ഉണ്ടായിരുന്നതാണ്. മലബാറി ഉണ്ടായി. ചെവിയൊക്കെ കുറച്ച് അത് വേറെ ഉണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു. പിന്നീട് കോഴികളുണ്ടല്ലോ ഇഷ്ടംപോലെ. കോഴിയുണ്ട്. കോഴി ഇത് മുട്ടക്കോഴിയാണ്. മുട്ടക്കോഴിയാണ്. പിന്നെ ഇത് നാടൻ കോഴി. മുട്ടക്കോഴി ഉണ്ട്, നാടൻ കോഴി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതുണ്ടല്ലോ കാടക്കോഴി ഉണ്ടല്ലേ? കാടയുണ്ട്. നമ്മുടെ അത്യാവശ്യത്തിനുണ്ടല്ലോ. മുട്ടയ്ക്ക് വേണ്ടി നമ്മൾ ഒരു കാര്യത്തിന് മുട്ടയ്ക്ക് വേണ്ടി നമ്മൾ പുറത്ത് പോവാറില്ല. നമ്മൾ ആവശ്യം കഴിഞ്ഞ ബാലൻസ് വന്നതാണ് നമ്മള് ഇത് ചെയ്യണത്. ഇതൊക്കെ നാടൻ കോഴികളാണ്. കോഴി വിൽപ്പനയൊക്കെ എങ്ങനെയുണ്ട്? കോഴി വിൽപ്പന നമ്മുടെ കയ്യിൽ ഇല്ലാത്തതിന്റെ കുഴപ്പമുള്ളൂ. പിന്നെ പ്രാവുണ്ട്. പ്രാവുണ്ടല്ലോ, അടിപൊളി. പ്രാവിന്റെ വിൽപ്പനയുണ്ടോ? ആവശ്യക്കാർ വരാണെങ്കിൽ കൊടുക്കും. ഇത് ഇപ്പൊ നാടനാണോ? അല്ല, രണ്ടും ഉണ്ട്. പിന്നെ താറാവുണ്ട്. താറാവ് ഒരു 20-25 താറാവോളം നമ്മുടെ കയ്യില് എടുത്തുണ്ട്. ഈ കാണുന്ന വേറെ ഇനം കോഴിയാണ്. അത് വേറെ ഇനം കോഴിയാണ്. ഈ കാണുന്ന ചാണകം. ഇത് നമ്മൾ ചാണകക്കുഴിയാണ്. ഇത് ചാണകക്കുഴിയിൽ നമ്മളിപ്പോ വർഷക്കാലത്ത് ഈ ചാണകം ഇവിടെയാണ് സേഫ്റ്റി ആയിട്ട് ടോപ്പുള്ളത് കാരണം നനയൊന്നുമില്ല. ഇത് വേനൽക്കാലമായി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഇട്ട് ഉണർത്തിട്ട് ഇപ്പൊ ഇതിലും ചാണകമാണ്. ഇത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടാണ്. ഇനിയിപ്പം മഴ മാറിക്കഴിഞ്ഞാൽ ഇത് മാറ്റി ഇതിൽ ഉണക്കി നമ്മൾ ചാക്കിലാക്കി പാക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ആവശ്യക്കാർ ഓർഡർ ഉണ്ട്. ഓർഡർ അനുസരിച്ച് ആൾക്കാർക്ക് വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ കയറ്റി കൊടുത്തു വിടും. മീൻകുളം ഉണ്ടായിരുന്നു തോന്നുന്നു. മീൻകുളം ഉണ്ടായിരുന്നു. ഇപ്പം അത് നിർത്തിയിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അതിന് റീനീറ്റ് കണ്ടീഷൻ ചെയ്യാണ്ട് അത് കാരണം ഇപ്പം മീൻകുളം ഉപയോഗിക്കുന്നില്ല. ശരി. അപ്പോൾ ചേട്ടൻ്റെ എന്തായാലും പശുവളത്തിലും ആടുവളത്തിലും കോഴിവളത്തിലും ഒക്കെ കാണിച്ചതിന് നന്ദി. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സുരേഷ് ഏട്ടനും കുടുംബവും നടത്തുന്ന ആ ഒരു പശു ഫാമിൻ്റെ കാഴ്ചകളാണ്. വളരെ മനോഹരമായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല ഈ വീഡിയോ അത് പരമാവധി ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ ഹൈ പോയിന്റ് ഒന്ന് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ നമസ്കാരം.